വിഷ്ണു, ഈ ഫോണിന്റെ പരസ്യത്തിലേക്ക് ആമോലെഡ് ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താ സംഭവം? നമുക്ക് പഠിക്കാനുള്ള വല്ല ഉണ്ടോ അതിനകത്ത്? പിന്നല്ലാതെ നമ്മള് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിക്കുന്ന കാര്യം തന്നെ ഇത്. ആമോലിയുടെ ഫുൾ ഫോം ആക്റ്റീവ് മാട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഓർഗാനിക്കാ. ഓർഗാനിക്കോ? ഇത് നമ്മുടെ വീട്ടിലെ ജൈവവളം ഒക്കെ പോലെ ഉണ്ടാക്കിയ സ്ക്രീനാണോ അത്? ഓ അതല്ലടാ, എന്നെ കൊണ്ട് തോറ്റ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ ഓർഗാനിക് കാർബൺ കോമ്പൗണ്ട്സ്, അത് തന്നെയാ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഓരോ പിക്സലിനും സ്വന്തമായി വെളിച്ചം പുറത്തുവിടാൻ സാധിക്കും. നമ്മൾ ഫിസിക്സിൽ പഠിച്ച ഇലക്ട്രോ ലൂമിനസെൻസില് അത് തന്നെ സംഭവം. ഓഹോ, അപ്പൊ നമ്മുടെ വീട്ടിലെ പഴയ LCD പാനലൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? സാധാരണ LCD സ്ക്രീനുകളുടെ ബാക്കില് ഒരു വലിയ വെളിച്ചം അടിക്കുന്ന ബാക്ക് ലൈറ്റ് പാനൽ ഉണ്ട്. നമ്മള് ലാബുകളിലൊക്കെ കാണുന്ന ലിക്വിഡ് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ഈ പ്രകാശത്തെ നിയന്ത്രിച്ചാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചിത്രങ്ങൾ കാണുന്നത്. അപ്പൊ അതെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും വരത്തില്ലല്ലോ. LCD സ്ക്രീനുകളില് ഇപ്പൊ കറുപ്പായിട്ടുള്ള എന്തെങ്കിലും കാണിക്കണമെങ്കിൽ, ഇപ്പൊ ഒരു കറുത്ത വസ്ത്രം കാണണമെങ്കിൽ, എന്തെങ്കിലും കറുത്തായിട്ടുള്ള എന്തെങ്കിലും കാണണമെങ്കിൽ ബാക്ക് ലൈറ്റ് പൂർണ്ണമായിട്ട് ഓഫ് ആകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു നേരിയ ഗ്രേ കളർ ആയിരിക്കും ബ്ലാക്ക് ആയിട്ടുള്ള സാധനങ്ങള് LCD സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ AMOLED ബാക്ക് ലൈറ്റ് ഇല്ലേ? ഇല്ല. AMOLED സ്ക്രീനിൽ എവിടെയെങ്കിലും നമുക്ക് കറുപ്പ് കാണിക്കണമെങ്കിൽ ഈ ഫോണ് ആ പിക്സലുകളിലേക്കുള്ള കറണ്ട് കട്ട് ചെയ്ത് കളയും. കറണ്ട് കട്ട് ചെയ്യുന്നു? അതിനുള്ളിൽ എന്ത് നടക്കുന്ന? പിക്സലുകൾ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആകുന്നതുകൊണ്ട് നമുക്ക് അവിടെ ട്രൂ ബ്ലാക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് ഫോണിൽ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചാർജ് ലാഭിക്കാൻ പറ്റുമല്ലോ. പിന്നല്ലാതെ പിക്സലുകളെല്ലാം ഓഫ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചാർജ് ഒരുപാട് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ പിക്സലും സ്വന്തമായി പ്രകാശിക്കുന്നതുകൊണ്ട് നമുക്ക് കളറൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കാണാനും സാധിക്കും. അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.